ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്പനീർ പൂവ് എന്ന എപ്പിസോഡിൻ്റെ അടുത്ത ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുന്ന സമയത്ത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലൈക്ക് കൂടി ചെയ്യാൻ. അപ്പോൾ എൻ്റെ വീഡിയോ മുന്നോട്ട് പോകും, അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പം നമുക്ക് ചെമ്പനീർ പൂവ് എന്തായി എന്നറിയണ്ടേ. അപ്പോൾ ഇപ്പോൾ അവൾക്ക് കല്യാണത്തിന് സ്വർണം വാങ്ങിച്ചു കൊടുക്കേണ്ട രീതിയിൽ കുറച്ച് പൈസ വേണം, കാശ് വേണം. അപ്പോൾ ക്യാഷിന് ഞാൻ നിങ്ങളുടെ അമ്മയടുത്ത് ചോദിച്ചാൽ ക്യാഷ് ഉണ്ടാവുമല്ലോ എന്ന് പറയാണ്. അപ്പോൾ അച്ഛൻ പറയാണ്, ക്യാഷിന് ഞാനായിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കില്ല, നിനക്ക് വേണേൽ നീ ചോദിച്ചോ എന്ന് അമ്മയോട് പറയാണ്. ഞാൻ വേണമെങ്കിൽ നിന്നെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകാം, നിനക്ക് ചോദിച്ചിട്ട് വാങ്ങാൻ പറ്റുമെങ്കിൽ നീ വാങ്ങിച്ചോ, ഞാൻ ആ വീട്ടിൽ വരില്ലെന്ന് പറഞ്ഞതാ. അപ്പോൾ അച്ഛൻ പറയാം, അത് കൊള്ളാലോ, അമ്മയുടെ വീട്ടിൽ പോകാനും വയ്യ, അമ്മയുടെ കാശും വേണം, അതെങ്ങനെ പിന്നെ ശരിയാവുന്നേ? എന്താന്ന് വെച്ചാൽ നീ ആലോചിച്ചിട്ട് തീരുമാനിക്കും. അവർ അവിടെ നിന്ന് ആലോചിക്കുകയാണ്. പോയാലോ, വേറെ വഴിയില്ലല്ലോ. അപ്പോഴാണ് രേവതിയെ കണ്ട അച്ഛമ്മ പറയുന്നത്, ആഹാ സുന്ദരി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ രേവതി പറയാണ്, കളിയാക്കണ്ട അച്ഛമ്മേ, ചക്ക ഏതാ മാങ്ങ ഏതെന്ന് തിരിച്ചറിയാത്ത നിൻ്റെ കെട്ടിയോൻ വരെ നിന്നെ സമ്മതിച്ചതല്ലേ നീ സുന്ദരിയാണെന്ന്. അവനെവിടെ, മുങ്ങിയോ? ഇല്ല, ഒരുങ്ങുന്നുണ്ട്. അച്ഛമ്മ വരുന്ന നമ്മുടെ കൂടെ അമ്പലത്തിലേക്ക്? ഇവിടെ വെറുതെ തനിച്ചിരിക്കുകയല്ലേ. ഞാൻ കൂടെ വന്നാലേ അവൻ എൻ്റെ അടുത്ത് മാത്രമേ സംസാരിക്കൂ, നിന്നോടൊന്നും മിണ്ടില്ല. നിങ്ങൾ മാത്രമാകുമ്പോഴേ എന്തെങ്കിലുമൊക്കെ മിണ്ടി പറഞ്ഞൊക്കെ പോകാം. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും എല്ലാം ശരിയാവും. അപ്പോൾ അവൾ പറയാണ്, അച്ഛമ്മയുടെ ഒരു ഐഡിയ, ഇതാ ഇത് പിടിക്ക് എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലൊരു സഞ്ചി കൊടുത്തു അച്ഛമ്മ. എന്താ അച്ഛമ്മ ഇത്? ഇത് പൂജാ സാധനങ്ങളാ, പൂക്കളും പഴങ്ങളും ചന്ദനത്തിരിയും ഒക്കെ ഉണ്ട്. അവിടെ ഭഗവതി സന്നിധിയിൽ വെച്ച് രണ്ടുപേരും ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അവൻ ഇറങ്ങി വന്ന് ചോദിക്കുകയാണ്, അച്ഛമ്മേ ക്ഷേത്രത്തിൽ പോകണോ? അച്ഛമ്മ പറയാണ്, പോകണമെന്ന് പറഞ്ഞതല്ലേ ഞാൻ. ഇപ്പം എന്താ ഇങ്ങനെയൊരു ചോദ്യം? നാട്ടിൽ പോകണം അച്ഛമ്മേ, ഇപ്പം തന്നെ ലോൺ ഡ്യൂവാ, ഞാൻ ചെന്നിട്ട് വേണം അടക്കേണ്ടിട്ടുണ്ടെങ്കിൽ. അതാണോ ഇപ്പോൾ വലിയ കാര്യം? ലോൺ അടക്കാനുള്ള കാശ് ഞാൻ തരാം. അപ്പോൾ അവൻ പറയാണ്, ഞാൻ ആര്, സുധിയോ? മറ്റുള്ളവരുടെയൊക്കെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി കടം നടത്താൻ. എന്നാൽ പിന്നെ ലോണിൻ്റെ കാര്യം മിണ്ടരുത്. എപ്പം നോക്കിയാലും കാറ് ലോണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിൻ്റെ ഭർത്താനം കേട്ടാൽ തോന്നുമല്ലോ നിനക്ക് ഭാര്യയേക്കാൾ വലുത് കാറാണെന്ന്. കുറച്ച് ദിവസത്തേക്ക് കാറും ജോലിയും ലോണും ഒക്കെ അങ്ങ് മറന്നേക്ക്. നിൻ്റെ ഭാര്യയായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ കുറച്ച് കഴിയും. ക്ഷേത്രത്തിൽ രണ്ടുപേരും ദിവസവും പോകണം. 11 ദിവസം തുടർച്ചയായിട്ട് പോയാൽ ഫലം ഉറപ്പാ. അച്ഛമ്മ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയാണ്, പ്രാർത്ഥന ഫലിക്കും. അപ്പോൾ അവൻ പറയാം, 11 ദിവസമോ? എനിക്കൊന്നും വയ്യ അമ്മേ, അച്ഛമ്മേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അച്ഛമ്മേ, എനിക്ക് നാട്ടിൽ പോകണം. വേണമെങ്കിൽ ഇവിടെ നിർത്തിക്കോ, എന്നിട്ട് 100 101 ദിവസമോ എത്ര വേണമെങ്കിലും ആയിക്കോ, എന്നെ ഒന്ന് ഒഴിവാക്കിയേക്ക്. അത് നടക്കില്ല, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തന്നെ പോകണം. പിന്നെ നീ അവിടെയും അവൾ ഇവിടെയും എന്നൊന്നും പറയാൻ പാടില്ല. നിങ്ങൾ എവിടെയാണെങ്കിലും ഒന്നിച്ചു തന്നെ കഴിയണം. അവർ രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛമ്മ പറയാണ്, എടാ ഇവളാണ് നിൻ്റെ ഭാഗ്യം, ഇവൾ നിൻ്റെ ഒപ്പം ഇല്ലെങ്കിൽ നീ കെട്ടഴിച്ച് വിട്ട പട്ടാ. എടാ ഇതാ നിനക്ക് കിട്ടിയ നിധിയാ ഇത് എന്ന് പറഞ്ഞ് അച്ഛമ്മ അവളെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ പിന്നെ എനിക്ക് കാറോടിക്കാതെ ജീവിക്കാമല്ലോ, നിധി കയ്യിലിരിക്കുകയല്ലേ. അപ്പോൾ അച്ഛമ്മ, തർക്കുത്തരം പറയാതെ പോകാൻ നോക്കടാ, നട അടക്കുന്നതിന് മുമ്പ് ക്ഷേത്രത്തിലെത്തണം. അച്ഛമ്മ 11 ദിവസം ഒന്നും പോകാനൊന്നും പറ്റില്ല. ശരി, ഇവിടെ താമസിക്കുന്ന അത്രയും ദിവസം പോകാമല്ലോ. ശരി, നോക്കാം. എങ്കിൽ പിന്നെ രണ്ടുപേരും പോകാൻ നോക്ക്. അല്ല അച്ഛമ്മേ, എന്തിനാ നമ്മളിങ്ങനെ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നത്? അച്ഛമ്മ അവൻ്റെ ചെവിക്ക് പിടിച്ച് ചെവി പൊന്നാക്കി, ഇവനെ ഞാൻ ഇന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ പറയാണ്, അയ്യോ അയ്യോ അച്ഛമ്മേ, എൻ്റെ ചെവി വേദനിക്കുന്നേ, ചെവി വിടേ. ചെല്ല് മോളെ, പോകാൻ നോക്ക്. എടാ പെട്ടെന്ന് പോകാൻ നോക്കടാ. പിന്നെ പോയിട്ട് പെട്ടെന്നൊന്നും തിരിച്ചു വരണ്ട. രേവതിക്ക് നാടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ചുറ്റിക്കറങ്ങിയിട്ട് സമാധാനത്തിലൊക്കെ വന്നാൽ മതി. അത് വേണോ അച്ഛമ്മേ? നടക്കടാ. പോവാ. ഒടുക്കം രണ്ടുപേരും ഇറങ്ങി. അപ്പോൾ അതിൻ്റെ ബേക്കിൽ നല്ലൊരു സോങ്ങൊക്കെ ഉണ്ട്.
ഇറങ്ങുമ്പോഴേക്കും അവൻ്റെ കൂട്ടുകാരനതാ സ്കൂട്ടറും കൊണ്ടുവരുന്നു. അവൻ പറയുന്നു, സച്ചി വാടാ വന്ന് വണ്ടിയിൽ കയറി. അപ്പോൾ അച്ചമ്മ, വണ്ടി കയറാനോ? അല്ല മുത്തശ്ശി, പരിപാടിയുണ്ട്, ഫ്രണ്ട്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുക. സച്ചി വാ വന്ന് വണ്ടി കയറി. അപ്പോൾ അച്ചമ്മ, ഇവർ രണ്ടുപേരോ ക്ഷേത്രത്തിൽ പോവാ, നീ നിൻ്റെ പാട് നോക്കിപ്പോട് സച്ചി, ഞാൻ വൈകുന്നേരം വരാം, നീ വിട്ടോ എന്ന് പറഞ്ഞ് അവനോട് പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴാണ് അച്ചമ്മ പറയുന്നത്, ആ നീ വന്നത് നന്നായി, നീ ഒന്ന് അവിടെ നിന്നേ, നീ ഒന്ന് അവിടെ ഇറങ്ങിയേ, ഇത്രയും ദൂരം ഇവർ ബസ്സിൽ പോകണ്ട, ഇവർ രണ്ടുപേരും ബൈക്കിൽ പോയിക്കോട്ടെ. അച്ചമ്മേ അത് വേണോ? ആ വേണം, എടാ നീ ഒന്ന് ഇറങ്ങിക്കൊടുത്തെടാ, ഇവർ പോയിക്കോട്ടെ. അവൻ ഇറങ്ങിപ്പോയി. അപ്പം അച്ചമ്മ പറയാണ്, എടാ കയറടാ മോളെ, ഇതിൽ കയറ്. അപ്പോൾ എന്നെ മാത്രമല്ല ലോകത്തിലെ എല്ലാവരെയും വിരട്ടുവല്ലേ, മോളെന്താ നോക്കി നിൽക്കുന്നേ, മോളും കയറി മോളെ എന്ന് പറഞ്ഞ് അവളെ ഇരുത്തി. അതിനുശേഷം വീണ്ടും അച്ചമ്മ പറയാണ്, മോളെന്താ ദൂരത്തിരിക്കുന്നത്, അടുത്തിരിക്കും മോളെ അങ്ങോട്ട്, നീ അവൻ്റെ തോളിൽ കൈപിടിക്ക്. അച്ചമ്മ വിടുന്ന രക്ഷണയില്ല. അവൻ ഏയ് എന്താടാ, ഒന്നുമില്ല. ഒടുക്കം അങ്ങനെ അവർ രണ്ടുപേരും പോയി. അപ്പോൾ അച്ചമ്മ പിറകിൽ നിന്ന് നോക്കി ചിരിക്കുകയാണ്. അച്ചമ്മ അതാ അവർ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും മുരിങ്ങാക്കോൽ പറിക്കുകയാണ്. ആ ഇതാര്, ഭവാനിയോ? വാ, വീട് ആ മതിലിൻ്റെ അപ്പുറത്താണെങ്കിലും കണ്ടിട്ട് കുറേ നാളായല്ലോ ഭവാനി. മുമ്പൊക്കെ നീ എല്ലായ്പ്പോഴും ഇവിടെ വരാറുണ്ടായിരുന്നു, ഇപ്പം നിന്നെ കാണാനേയില്ല. നീയും ഫോണിലൊക്കെ ആയിപ്പോയോ ഭവാനി? അങ്ങനെയൊന്നുമില്ല, കുറച്ച് തിരക്കിലായിപ്പോയി. ഇന്ന് മകൻ്റെ പിറന്നാളാ, കുറച്ച് പായസം തരാൻ വേണ്ടി വന്നതാ. നീ ഇതൊന്ന് കൊണ്ടുപോയി അടുക്കളയിൽ വെച്ചേക്ക്. എല്ലാ ചേച്ചിക്ക് മുരിങ്ങക്കായ ഇഷ്ടമല്ലല്ലോ, ഇപ്പം എന്തു പറ്റി? അതേ, എൻ്റെ പേരക്കുട്ടിയും ഭാര്യയും വന്നിട്ടുണ്ടേ, അവർക്ക് വേണ്ടിയാ. മനസ്സിലായി, അതൊക്കെ വെറുതെ പറയുന്നതാ ഭവാനി ചേച്ചി, ഒന്നും സംഭവിക്കില്ല. എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന സമയത്തുണ്ടല്ലോ, വീട്ടിൻ്റെ മുമ്പിൽ 2 മുരിങ്ങക്കാ മരം ഉണ്ടായിരുന്നു. ഞാനത് വിചാരിച്ചിട്ട് എന്നും മുരിങ്ങക്കാ കറി വെക്കുമായിരുന്നു. മുരിങ്ങ മരത്തിലെ മുരിങ്ങക്കാ തീർന്നതല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല. അതിന് വേറെ എന്തെങ്കിലും കാരണം കാണും. നീ മുരിങ്ങക്കായെ കുറ്റം പറയണ്ട. പായസം അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചിട്ട് നീ പോകാൻ നോക്ക്. അവൾ പായസം അടുക്കളയിലേക്ക് വെക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് അച്ചമ്മ പറയാണ്, എങ്ങനെയെങ്കിലും രണ്ടിനെ ഒന്നിപ്പിക്കാൻ നോക്കുക. ആ സമയത്ത് അച്ചമ്മ കൈകൂപ്പി മുരിങ്ങമരത്തോട് പറയുകയാണ്, മുരിങ്ങമരമേ, നിന്നെയും ദൈവത്തിലും മാത്രം എൻ്റെ വിശ്വാസം, ഇപ്പോൾ സഹായിക്കണേ. ദേ അത് നോക്കിയേ, രണ്ടുപേരും സ്കൂട്ടറിൽ കയറിയിട്ട് ചുറ്റി കറങ്ങാണ്. ദേ ഇത് നോക്കിയെന്ന് പറയാണ് അവനോട്. അപ്പോൾ വണ്ടി ഒന്ന് പൊളഞ്ഞു. അപ്പോൾ അവനെ കെട്ടിപ്പിടിച്ചു. എന്താ ഇത് എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കി. അവൻ തിരിഞ്ഞ് പറയുകയാണ്, അച്ചമ്മ പറഞ്ഞതുപോലെ ഇരുന്നാൽ മതി, അതിനപ്പുറം ഒന്നും വേണ്ട. അപ്പോൾ അവൾ പറഞ്ഞു, അല്ല ഞാൻ വീഴുമെന്ന് പേടിച്ചിട്ടാ. ഈ നേരം വരെ പേടിയൊന്നും തോന്നിയില്ലല്ലോ, ഇപ്പോഴാ പേടി തോന്നിയത്. ഈ റോഡൊക്കെ മോശമല്ലേ, വെറുതെ തമാശ അളക്കല്ലേ, റോഡിനൊന്നും ഒരു കുഴപ്പമില്ല, അച്ചമ്മ പറഞ്ഞതുപോലെ ഇരിക്കെ. അങ്ങനെ അവർ ഓടി ഒരു സ്ഥലത്ത് എത്തി. അപ്പോൾ അവളോട് പറയാണ്, ഇറങ്ങ്. അവൾ അവിടെ ഇറങ്ങിയിട്ട് കാഴ്ചയൊക്കെ കാണുകയാണ്. എന്തിനാ ഇവിടെ ഇറങ്ങിയേ? ക്ഷേത്രമൊന്നും കാണുന്നില്ലല്ലോ. അത് കുറച്ച് ദൂരെയാ, ബൈക്കിൽ പോകാൻ പറ്റില്ല, നടന്ന് പോകണം. രണ്ടുപേരും അങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ അവൻ ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ട്, നോക്കി വാ എന്നൊക്കെ. ഒന്ന് അനങ്ങി നടക്ക്, വേഗം വാ. കുറച്ച് ദൂരം നടന്നപ്പോൾ ചെരുപ്പെടുത്തിട്ട് കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് അവളോടും പറഞ്ഞു, ഇനി ചെരുപ്പ് എടുത്ത് കയ്യിൽ പിടിക്കണം, ഇതിലെ ചെരുപ്പിട്ട് നടക്കാൻ പാടാ. ഭക്ഷണം തരുന്ന മണ്ണായതുകൊണ്ടാ. അവരങ്ങനെ ആ പാടത്തുകൂടി നടന്ന് പോവുകയാണ്. അപ്പോൾ അവിടെ നെല്ലും വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയാണ്, ആരാ ഇത്? നമ്മളെ സച്ചിയല്ലേ, കലാവതി അമ്മയുടെ കൊച്ചുമകൻ? അതെ, സുഖമായിരിക്കുന്നു നാരായണ അമ്മേ. അതേ മോനെ, എവിടെ പോകുന്നു? രണ്ടുപേരും എവിടെ പോകുന്നു? ഇതാ ഇവിടെ പുതിയ ക്ഷേത്രം വരെ പോകുന്നു. നല്ലതാ മോനെ, ശക്തിയുള്ള ദേവിയാ, പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളുണ്ടാവും. രണ്ടുപേരും ഇത് കേട്ട് പരസ്പരം നോക്കി. ശരി എന്നാൽ ബാ നമുക്ക് പോകാം എന്ന് പറഞ്ഞവർ അവിടുന്ന് പിന്നെ വീണ്ടും നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവിടെ ഒരു വലിയൊരു ആണി ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ വലിയൊരു തോട്, അതിൽ നിന്ന് കിടന്ന് പോകണം. നീ അപ്പുറത്തേക്ക് തുള്ളി കിടക്കണം.
അപ്പോൾ അവൻ പറയുകയാണ്, ആ ബാ എൻ്റെ കൈ പിടിച്ചിട്ട് ഇപ്പുറം കിടക്കുക എന്ന് പറയാണ്. അവൾ കൈപിടിച്ച് ഇപ്പുറത്തേക്ക് കിടക്കുന്നതിനിടയിൽ അവനെ കെട്ടിപ്പിടിച്ചു. അവൻ കുറച്ച് സമയം അവളെ തന്നെ നോക്കി നിന്ന് പിന്നെ രണ്ടുപേരും മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ക്ഷേത്രത്തിലെത്തി. അവൾ പറയുകയാണ്, എന്ത് ഭംഗിയുള്ള ക്ഷേത്രം അല്ലേ? അതെ, പുതിയതായിട്ട് കല്യാണം കഴിച്ചവർ ഇവിടെയാണ് വരുന്നത്, അച്ഛമ്മ പറഞ്ഞിരുന്നു. ആ, തെറ്റ് ചെയ്തതിന് പ്രായശ്ചിത്തം ചെയ്യാൻ വന്നതായിരിക്കും. തെറ്റോ? ആ, കല്യാണം കഴിച്ചതിൻ്റെ തെറ്റ്. നിൻ്റെ അച്ഛൻ എന്നെ കൊണ്ട് ചെയ്യിച്ചത് തെറ്റല്ലേ? അവളവിടെ ആ ഫ്രണ്ടിൽ തന്നെ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ വെച്ചിരുന്നു. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെച്ചു. അതായത് പറഞ്ഞാൽ തേങ്ങ, വെളിച്ചെണ്ണ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ച് രണ്ടുപേരും നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നില്ലേ? നിനക്ക് വേണേൽ പ്രാർത്ഥിച്ചോ, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. അവൾ പറയുകയാണ്, പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ അച്ഛമ്മയോട് പറഞ്ഞു കൊടുക്കും. ഇതിനെ കൊണ്ട് വല്ലാതെ കഷ്ടം തന്നെയാണല്ലോ. ക്ഷേത്രത്തിൽ വരുന്നത് പ്രാർത്ഥിക്കാനാ, അത് മനസ്സറിഞ്ഞ് ചെയ്യണം. അവൾ പറഞ്ഞു, ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കാതെ സന്തോഷത്തോടുകൂടി പ്രാർത്ഥിക്കൂ. അവൻ തിരിഞ്ഞു എന്നിട്ട് എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. ഇത്രയും സന്തോഷം മതിയോ? ഇതിന് സന്തോഷം എന്നല്ല പറയുന്നത്. ആദ്യം രണ്ടുപേരും ഒന്നിച്ച് വിളക്ക് കത്തിക്കണം, അതിനുശേഷം തൊഴുത് പ്രാർത്ഥിക്കണം. എന്താ നോക്കി നിൽക്കുന്നേ? തൊഴുത് കണ്ണടച്ച് പ്രാർത്ഥിക്ക്. ഒടുക്കം അനുസരിക്കേണ്ടി വന്നു. അപ്പോൾ അവൾ പ്രാർത്ഥിക്കുകയാണ്, അമ്മേ ദേവി നല്ലത് വരുത്തണേ എന്ന്. ഇഷ്ടപ്പെടാത്ത ഒരാളെയാണ് വിവാഹം കഴിക്കേണ്ടി വന്നത്. ജീവിതം അവിടെ അവസാനിച്ചു എന്ന് തോന്നിയതാ. എന്നാൽ ഇന്ന് ജീവിതത്തിൽ പതിയെ പതിയെ സന്തോഷം വന്നു തുടങ്ങി. ഞാൻ കരുതിയതുപോലെ ഇദ്ദേഹം ഒരു മോശം വ്യക്തിയല്ല, നല്ലവനാ. പരസ്പരം മനസ്സിലാക്കി നമ്മളെ എത്രയും പെട്ടെന്ന് തന്നെ ഒന്നിപ്പിക്കണേ. ഇദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റണം. പെട്ടെന്ന് തന്നെ നമ്മൾക്ക് കുഞ്ഞുണ്ടാവണം. അനുഗ്രഹിക്കണം. എല്ലാവർക്കും നല്ലത് വരുത്തണം. പൂജാരി പ്രസാദമൊക്കെ കൊടുത്തു. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അവൾ അവൻ്റെ നെറ്റിയിൽ തൊട്ട് വെച്ച് കൊടുത്തു. അവളും തൊട്ട് വെച്ചു. അത് അവൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവൾ ചെയ്യുന്നതൊക്കെ. വാ, പ്രദക്ഷിണം വയ്ക്കാം, വാ എന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് അവൾ അവിടത്തേക്ക് പോവുകയാണ്. അല്ല, കുറേ നേരം കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കണ്ടല്ലോ. എന്താണ് പ്രാർത്ഥിച്ചത്? എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചേ? ഞാനൊന്നും പ്രാർത്ഥിച്ചില്ല. ഒന്നും പ്രാർത്ഥിച്ചില്ലേ? തൊഴുത് കണ്ണടച്ച് നിൽക്കുന്നത് കണ്ടല്ലോ, അത് നീ പറഞ്ഞത് കൊണ്ട് ചെയ്തതാ. പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒന്നും നേടണ്ട. എനിക്ക് വേണ്ടതൊക്കെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. എൻ്റെ കാറ്, എൻ്റെ അച്ഛമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഇതൊക്കെ എനിക്കില്ലേ. പിന്നെ 3 നേരം ഭക്ഷണവും കിട്ടുന്നുണ്ട്. ഭക്ഷണം നീയല്ലേ ഉണ്ടാക്കി തരുന്നത്. പിന്നെ കടം കുറച്ചുണ്ട്. അത് ദേവിയോട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഞാൻ തന്നെ അധ്വാനിച്ച് വീട്ടണം. അവൾ പറയുകയാണ്, ഈ പറഞ്ഞതൊക്കെ തന്ന ദൈവത്തിനോടൊന്ന് നന്ദിയെങ്കിലും പറഞ്ഞുകൂടെ? അതൊന്നും വേണ്ട, ഞാനും ദൈവവും തമ്മിൽ വളരെയധികം ദൂരമുണ്ട്. അത് വിട്, നമുക്ക് സ്ഥലം വിടാം, പോകാം. പോകാനോ? എന്നെ നാടൊക്കെ ചുറ്റി കാണിക്കണമെന്ന് അച്ഛമ്മ പറഞ്ഞതല്ലേ? അച്ഛമ്മ പറഞ്ഞ ആ വീടിനകത്ത് അടുത്തൊരു കുന്നുണ്ട്, അതിൻ്റെ മണ്ടൊക്കെ കയറി നിന്നാൽ മതി, നാട് മുഴുവൻ കാണാം. എന്നെ നാട് കാണിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. എന്നാൽ ഞാൻ അച്ഛമ്മയുടെ അടുത്ത് പറയും, നാട് കാണിക്കാം, വാ, ഒരു നാട് കാണി. അങ്ങനെ അവർ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നുകൊണ്ട് പോയി. അതിനുശേഷം ഒരു ചെറിയ പുഴയുണ്ട്. അതിലൊരു വഞ്ചിയിലൊക്കെ കയറിയിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ വെള്ളമൊക്കെ കുടഞ്ഞുകൊണ്ട് കളിക്കുകയാണ്, അപ്പുറം ഇപ്പുറം തെറിപ്പിച്ചിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ രണ്ടുപേരും വണ്ടിയിൽ കയറി. അപ്പോൾ അവൾ അതിൽ നിന്ന് പറയുകയാണ്, വണ്ടി നിർത്ത്. അപ്പോൾ അവൻ വണ്ടി നിർത്തി. ഇതേ നോക്ക്, അതൊക്കെ കാണാൻ. ഈ മാവി ഇന്ന് ചെറുതായിരുന്ന സമയത്ത് ഞാൻ എത്ര മാമ്പഴം പറിച്ച് തിന്നെന്നറിയോ? അപ്പോൾ അവൾ പറയാണ്, എനിക്കും വേണം. എന്നാൽ എനിക്കും പറിച്ചിതാ. അത് വേണ്ട, നമുക്ക് കടയിൽ നിന്ന് വേറെ വാങ്ങിക്കാം. അത് വേണ്ട, എനിക്ക് ഈ മാവിലെ മാങ്ങ തന്നെ വേണം. കയറ്, മാവിൽ കയറിയിട്ട് എനിക്ക് മാങ്ങ പറിച്ചിതാ. ചെറിയ വയസ്സിൽ കയറിയെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കയറാനൊന്നും പറ്റില്ല. പറ്റും, കയറ്. നാട്ടുകാരെ കണ്ടാൽ അതും ഇതുമൊക്കെ പറയും. മാത്രമല്ല, ഈ പറമ്പിൻ്റെ ഉടമസ്ഥനാകാനും കണ്ടിട്ടുണ്ടെങ്കിൽ വഴക്കും കിട്ടും. അപ്പോൾ പേടി കൊണ്ടാണ് മാവിൽ കയറാത്തത് എന്ന് പറഞ്ഞ് അവളുടെ സാരീൻ്റെ തുമ്പെടുത്തിട്ട് ചുറ്റിയിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് കൊണ്ടുവന്ന് കുത്തുകയാണ്. അപ്പോൾ പേടിച്ചിട്ടാണ് പറിക്കാത്തത്. നാട്ടുകാരെയും പേടി, ഉടമസ്ഥനെയും പേടി. ആർക്ക് പേടി? എന്തിനു പേടി? എനിക്കാരെയും പേടിയൊന്നുമില്ല. നീ ഇങ്ങോട്ട് മാറിയെന്നേ, ഞാൻ പറിച്ചു തരാം. അവനങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നോക്കി പോയി മാവിൽ കയറുകയാണ്.
അങ്ങനെ അവൻ മാവിൽ കയറി മാങ്ങ പറിച്ച് അവൾക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവൾ താഴത്തുനിന്ന് പറയാണ്, അതുകൂടി പറിക്കേ. അവൻ മാവിൽ നിന്നും ഇറങ്ങി മാങ്ങ പെറുക്കി വരികയാണ്. അപ്പോൾ അവൾ മുന്നോട്ടേക്ക് അവളും പോയി. അവളപ്പോൾ കൊടുത്തപ്പോൾ തന്നെ വാങ്ങിച്ച് കടിച്ച് തിന്ന് നല്ല ടേസ്റ്റ് എന്ന് പറയണം. അപ്പോൾ അവൻ പറയാണ്, വാ കയറി നമുക്ക് പോകാം. അപ്പോഴേക്കും വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. അയ്യോ, ടയർ പഞ്ചറായല്ലോ, ഇനി എന്ത് ചെയ്യും? തൊട്ടടുത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ കടയുണ്ട്, അവിടെ പോയാൽ നമുക്ക് പഞ്ചർ ഒട്ടിക്കാം, വാ തള്ളിക്കൊണ്ട് പോകാം. അങ്ങനെ അവർ രണ്ടുപേരും വണ്ടി തള്ളിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ അവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതാണ്. അതുവരേക്കും ബൈ.